ഡിയർ ഫ്രണ്ട്സ്, ഓർഗാനിക് കെമിസ്ട്രി എക്സാമിന് ഇനി ഏകദേശം ഒരാഴ്ചയാണ് ഉള്ളത്, S5 എക്സാമിന്. അപ്പോൾ നിങ്ങൾ എല്ലാം പഠിച്ച് ഒരു പരീക്ഷയ്ക്ക് തയ്യാറായി കാണും എന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ചില പ്രത്യേക ടോപ്പിക്സ് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നിയതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആലിഫാറ്റിക് ആൽക്കഹോൾസ് ആൻഡ് ആരോമാറ്റിക് ആൽക്കഹോൾസ് ഉണ്ട്. അതായത് ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ്, ഫാറ്റിക് അമീൻസും ആരോമാറ്റിക് അമീൻസും. അത് നമ്മൾ അമീൻസ് ആൻഡ് അനിലീൻസ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. എക്സാമ്പിളായിട്ട് ഇപ്പം ഒരു ഈഥൈൽ അമീൻ CH3 CH2 NH2 ഈഥൈൽ അമീൻ. അതുപോലെ തന്നെ ബെൻസീൻ റിങ്ങിൽ NH2 ഗ്രൂപ്പ് വരുന്ന അനിലീൻ. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾ എടുത്ത് അതിൻ്റെ ഡിഫറൻസസ്, ഡിഫറെൻറ്റ് റിയാക്ഷൻസ്, സ്റ്റെബിലിറ്റി, ബേസിസിറ്റി, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആൽക്കഹോൾസും ഫീനോൾസും. ആൽക്കഹോളും നമുക്ക് CH3 CH2 OH എത്തനോളും അതുപോലെ തന്നെ ഫീനോളും എടുക്കാം. ഇതേപോലെ തന്നെ ഫീനോൾ ബെൻസീൻ റിങ്ങിൽ OH വരുന്നതുകൊണ്ട് അതിന് അസിഡിക് ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ ഫീനോൾസ് ആർ അസിഡിക് ആൻഡ് അനിലീൻസ് ആർ basic, but the basic strength differs from amines to anilines. ഇവിടെ നമുക്ക് amines are more basic than anilines. Alcohols are neutral, whereas phenols are acidic. ഇങ്ങനെയുള്ള കുറേ ഡിഫറൻസസ് നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. പിന്നെ ഇതിലെല്ലാം പ്രധാനമായിട്ട് ആൽക്കഹോൾസിൽ CH3OH. അപ്പോൾ CH3OHും മീഥൈൽ ആൽക്കഹോളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത്തരത്തിലുള്ള റിയാക്ഷൻസ്. അത് ആൽഡിഹൈഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഫോമാൽഡിഹൈഡും അസറ്റാൽഡിഹൈഡും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അസറ്റാൽഡിഹൈഡും ബെൻസാൽഡിഹൈഡും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പർട്ടിക്കുലർ റിയാക്ഷൻസ് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ ഡിസ്റ്റിങ്വിഷിങ് ടെസ്റ്റ്. അതായത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾസും അതുപോലെ തന്നെ അമീൻസും ഉണ്ട്. ഇതിനെ എങ്ങനെയാണ് തിരിച്ചറിയുക? അപ്പോൾ നമുക്ക് ആദ്യം ആൽക്കഹോൾസിൻ്റെ നോക്കാം. അപ്പോൾ ഇവിടെ ജനറലായിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഗ്രൂപ്പ് എന്ന് അറിയണം. പ്രൈമറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവിടെ ആൽക്കഹോൾസിൻ്റെ കേസിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ മറ്റൊരു കാർബണിൽ മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളെങ്കിൽ, അപ്പം ദിസ് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ക്യാരിയിങ് കാർബൺ. ഇഫ് ദിസ് കാർബൺ ഈസ് അറ്റാച്ച്ഡ് ടു ഓൺലി വൺ കാർബൺ, then this is a primary alcohol. Then OH carrying carbon attached to two other carbon, then this alcohol is secondary. Again, if the carbon atom carrying OH is attached to 3 other carbon atoms, that becomes tertiary. അങ്ങനെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾസിന് നിങ്ങൾക്കറിയാം. ഇതുപോലെ തന്നെയാണ് അമീൻസും. OHന് പകരം അവിടെ NH2 ആയിരിക്കും. അപ്പോൾ ഇവിടെ OH വന്നു കഴിഞ്ഞാൽ ബാക്കി ഈ കാർബണിന് 2 ഹൈഡ്രജൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും CH2OH ഗ്രൂപ്പ് വരുന്നതാണ് പ്രൈമറി ആൽക്കഹോൾ, CHOH ഗ്രൂപ്പ് വരുന്നതാണ് സെക്കൻഡറി ആൽക്കഹോൾ, ആൻഡ് COH ഗ്രൂപ്പ് വരുന്നതാണ് ടെർഷ്യറി ആൽക്കഹോൾ. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ വേറെ ബാലൻസി ഉണ്ട്, ഇവിടെ 2 ബാലൻസി ഉണ്ട്, ഇവിടെ 3 ബാലൻസി ഉണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ആൽക്കഹോൾസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി തിരിച്ചറിയാനായിട്ട് നമുക്കൊരു ജനറൽ ഇൻഫർമേഷനുണ്ട്. അതിതാണ്. അതായത് പ്രൈമറി ആൽക്കഹോൾ ഹാവിങ് CH2. ഈ സിയിൽ നമ്മൾ, അതായത് ഈ കാർബൺ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ക്യാരിയിങ് കാർബൺ ഒരെണ്ണത്തിൽ മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ എന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ C മാത്രം റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനി അങ്ങോട്ട് എത്ര C ഉണ്ടായാലും ഇതിങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് ഓക്സിഡൈസിങ് ഏജൻസിനെ കുറിച്ചൊന്നും ഇപ്പോൾ മെൻഷൻ ചെയ്യുന്നില്ല. നമ്മൾ ഇപ്പോൾ സ്റ്റെപ്പ് വൈസ് ഓക്സിഡേഷൻ ആണെങ്കിൽ നമുക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്സിഡേഷൻ ചെയ്താൽ കുറച്ച് മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെങ്കിൽ നമുക്കതൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലോട്ട് കൊണ്ടുപോകാം. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെങ്കിൽ
നമുക്ക് കാർബോക്സിലിക് ആസിഡിലേക്കായിരിക്കും അത് റിസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെപ്പ് വൈസ് ഓക്സിഡേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ CH2OH ഓൺ സ്റ്റെപ്പ് വൈസ് ഓക്സിഡേഷൻ സിംപ്ലി ഗിവ് ആൻ ആൽഡിഹൈഡ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പെരൻറ്റ് കോമ്പൗണ്ടിൽ എത്ര കാർബൺ ആറ്റം N കാർബൺ ഉണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് 2 കാർബണാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. N കാർബൺ ഉണ്ടെങ്കിൽ അത്രയും കാർബൺ ഉള്ള ആൽഡിഹൈഡ് തന്നെയായിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി അതിനെ ഓക്സിഡൈസ് ചെയ്താൽ ഈ CHO ഗ്രൂപ്പ് COOH ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെയും കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ആൽക്കഹോൾ, പ്രൈമറി ആൽക്കഹോൾ. ദിസ് ഈസ് പ്രൈമറി ആൽക്കഹോൾ. On oxidation give an aldehyde with the same number of carbon atom, which on further oxidation give an acid with same number of carbon atom. എന്നാൽ സെക്കൻഡറി ആൽക്കഹോൾ, ദിസ് ഈസ് സെക്കൻഡറി ആൽക്കഹോൾ, CHOH ഗ്രൂപ്പ്. CHOH ഗ്രൂപ്പുള്ളതാണെങ്കിൽ ആദ്യത്തെ ഓക്സിഡേഷനിൽ ഒരു കീറ്റോണാണ്. ആദ്യം സിമ്പിളായിട്ട് ഈ CHOH ഗ്രൂപ്പിനെ CO ആക്കി മാറ്റും. അപ്പോൾ കാർബൺ ആറ്റം അവിടെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫർദർ ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ബോണ്ട്, അത് ഇവിടെയോ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നമുക്ക് കാർബോക്സിലിക് ആസിഡ് കിട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ കുറയും. N-1 എന്ന് എഴുതിയിരിക്കുന്നെങ്കിലും 1 ആകത്തില്ല. കാരണം ഇവിടെ എത്ര കാർബൺ ഉണ്ട് അതിനനുസരിച്ചാണ്. അപ്പോൾ ഈ കാർബണിൻ്റെയും ഇവിടെ വരുന്ന അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ ഒരു നേച്ചർ അനുസരിച്ചാണ് ബ്രേക്കേജ് വരുന്നത്. എനിവേ ഇറ്റ് വിൽ ബി ഹാവിങ് എ കാർബൺ ആറ്റം 1 എന്നായിരിക്കത്തില്ല. ഈ ഇവിടെ ഡിറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ നമ്പർ നോക്കിയിട്ടായിരിക്കും അവിടെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം വരുന്നത്. ഇനി ടെർഷ്യറി ആണെങ്കിൽ ഇവിടെ വേറെ OH മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം ഈ കാർബൺ OH മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നൊരു കീറ്റോൺ കിട്ടുകയാണെങ്കിൽ തന്നെ, അതായത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് മാത്രമേ കീറ്റോൺ ഫോം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഫോം ചെയ്യുന്ന കീറ്റോണിൽ തന്നെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം കുറവായിട്ട് വരും. അതും ഇവിടെയും അതുപോലെ N-1 എന്ന് എഴുതിയിരിക്കുന്നെങ്കിലും ഇത് കുറയുന്നു എന്നർത്ഥത്തിലാണ്. അതായത് N-1ൽ N-X എന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതായത് എത്ര കാർബണാണോ ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് പോയത്. അതുപോലെ വീണ്ടും ഈ കേസ് പോലെ തന്നെയാണ്. ഇതിനെ നമ്മൾ കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലും കുറവ് കാർബണുള്ള ഒരു ആസിഡായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഇതൊരു കീറ്റോണാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലും കുറവ് കാർബൺ ആറ്റമുള്ള ഒരു നമ്പറായിരിക്കും നമുക്ക് Y എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ കാണാം നമുക്ക്, ഇത് വേറെ ഒന്നുമില്ല, ഇത് CH3 ഗ്രൂപ്പുകൾ തന്നെ ആണെങ്കിൽ 4 കാർബൺ സ്പീഷീസും 3 കാർബൺ സ്പീഷീസ് കിട്ടും. അതിൽ നിന്ന് 2 കാർബൺ സ്പീഷീസ് കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് ഓക്സിഡേഷൻ കൊണ്ട് ഇതിനെ തിരിച്ചറിയാം. പക്ഷേ ഇത് നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറിയെയും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ടെസ്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു തിയററ്റിക്കൽ ഇതാണ്. അത് നമുക്ക് ഓരോരോ റിയാക്ഷനിൽ അത് മനസ്സിലാക്കാം. പക്ഷേ ലാബ് ടെസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു ലബോറട്ടറിയിൽ എങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി തിരിച്ചറിയുന്നത്? നമുക്കൊരു ഒബ്സർവേഷൻ വേണം അവിടെ. അതിൽ നിന്ന് നമുക്കത് ഏത് തരം ആൽക്കഹോളാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ലൂക്കസ് ടെസ്റ്റ് എന്ന് നോക്കാം. ഇവിടെ റിയേജൻ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ആണ്. HCl ആണ് ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ഒരു Cl- അറ്റാക്കാണ്. അപ്പോൾ ഈ Cl- അറ്റാക്കിനെ കാറ്റലൈസ് ചെയ്യുന്നതാണ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. നമുക്കറിയാം സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു ലൂയിസ് ആസിഡാണ്. AlCl3 പോലെ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് പോലെയുള്ള ഒരു ലൂയിസ് ആസിഡാണ് ZnCl2. അപ്പോൾ ഇതിൻ്റെ പ്രസൻസിൽ ഇവിടുന്ന് OHനെ നമുക്ക് റിമൂവ് ചെയ്യണം. ആൽക്കഹോളിൽ നിന്ന് OHനെ OH- ആയിട്ട് റിമൂവ് ചെയ്യണം. OH- ആയിട്ട് പോകുമ്പോൾ കാർബൺ പ്ലസ് ആവും. എന്നിട്ട് ഈ പോസിറ്റീവ് കാർബൺ, ദാറ്റ് ഈസ് ദ ന്യൂക്ലിയോഫിലിക് സെൻറ്റർ, അതിലേക്ക് ആ നെഗറ്റീവ് സ്പീഷീസ്, ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സ്പീഷീസാണ്. So this Cl-, that is a nucleophile, attacks the positive carbon. Therefore, this is a nucleophilic substitution reaction. നിങ്ങൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ SN1 റിയാക്ഷൻ, SN2 റിയാക്ഷൻ, അതും കൂടെ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകാം. അപ്പോൾ ഇവിടെ പ്രൈമറി ആൽക്കഹോളാണ്, അതവിടെ OH- റീപ്ലേസ് ചെയ്യുകയാണ് വിത്ത് Cl-. അങ്ങനെ നമുക്ക് RCH2Cl കിട്ടും. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിലും ഇതുപോലെ ആൽക്കൈൽ ഹാലൈഡാണ്, അത് ഡൈ ആൽക്കൈൽ ഹാലൈഡ്. ടെർഷ്യറി ആണെങ്കിൽ അത് ട്രൈ ആൽക്കൈൽ ഹാലൈഡ്. ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ. അപ്പോൾ ഇനി നമ്മൾ ടെസ്റ്റാണിത്, അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം,
ഇത് ടെർഷ്യറി ആയതുകൊണ്ട് ഇവിടുത്തെ കാർബോണിയം അയോണും ഈ 3 കാർബോണിയം അയോൺ നോക്കുമ്പോൾ ഈ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പ്ലസ് ഐ ഇഫക്റ്റ്, അതായത് ഇലക്ട്രോൺ റിലീസിങ് ഇഫക്റ്റ്. അപ്പം അത് ഹൈപ്പർ കോഞ്ചുഗേഷനാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. സാക്രിഫിഷ്യൽ ഹൈപ്പർ കോഞ്ചുഗേഷൻ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഈ ആൽക്കൈൽ ഗ്രൂപ്പിന് ഈ എവിടേക്കാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അവിടേക്ക് ഇലക്ട്രോണെ റിലീസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ഇറ്റ്സ് പ്ലസ് ഐ ഇഫക്റ്റ്. ആ പ്ലസ് ഐ ഇഫക്റ്റ് കൊണ്ട് ഈ പോസിറ്റീവ് ചാർജ് സ്റ്റെബിലൈസ് ചെയ്യും. അതുകൊണ്ട് ടെർഷ്യറി ആൽക്കൈൽ ഹൈലൈഡ് വളരെ വേഗം തന്നെ OHനെ OH മൈനസ് ആയിട്ട് റിലീവ് ചെയ്യുകയും C+ അങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ഈ റിയാക്ഷൻ നടക്കാൻ ഒരു ന്യൂക്ലിയോഫൈൽ വരണമെന്ന് തന്നെ ഇല്ല, അല്ലാതെ തന്നെ ഈ റിയാക്ഷൻ നടന്നിരിക്കും. അതുകൊണ്ട് ഇതൊരു യൂണിമോളിക്കുലർ റിയാക്ഷനാണ്. നമ്മളതിനെ SN1 റിയാക്ഷൻ എന്ന് പറയും. ഇതിൻ്റെ റേറ്റ് കുറഞ്ഞു വരും. സെക്കൻഡറി ആകുമ്പോഴത്തേക്ക് സ്റ്റെബിലൈസേഷൻ അല്പം കൂടെ കുറവായിരിക്കും. അതുകൊണ്ട് ഇതിനേക്കാളും റേറ്റ് കുറവായിരിക്കും. ടെർഷ്യറി വരുമ്പോൾ അങ്ങനെ ഒരു സ്റ്റെബിലൈസേഷൻ ഇല്ല, അങ്ങനെ അയണൈസ് ചെയ്യുകയില്ല. പിന്നെ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഇതിലൊരു അറ്റാച്ച്മെൻറ്റിന് ശ്രമിക്കുമ്പോഴാണ് ഇവിടെ ഈ ഫസ്റ്റ് മോളിക്യൂൾ ആൽക്കഹോൾ മോളിക്യൂൾ ന്യൂക്ലിയോഫൈലും അങ്ങനെ ഒരു 2 മോളിക്യൂൾ ചേർന്നിട്ട് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് SN2 റിയാക്ഷൻ എന്നാണ് നിങ്ങളതിനെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ SN1 മെക്കാനിസം, ആ SN1 മെക്കാനിസം കുറവായിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് സെക്കൻഡറി ആൽക്കഹോളിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ലൂക്കാസ് ടെസ്റ്റിൽ എന്ത് സംഭവിക്കുന്നു? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് OH by Cl- is the highest in tertiary alkyl halide. അതുകൊണ്ട് ഈ ആൽക്കൈൽ ഹൈലൈഡ് എന്ന് പറയുന്നത് ഒരു ടെർബിഡിറ്റി, ഇൻസോലിബിൾ ആയതുകൊണ്ട് ഒരു ടെർബിഡിറ്റി ആയിട്ട് കിട്ടും. ആൽക്കഹോൾസൊക്കെ സോലിബിളാണ് ഈ മീഡിയത്തിൽ, പക്ഷേ ആൽക്കൈൽ ഹാലൈഡ് ഒരു ടെർബിഡിറ്റി ആയിട്ട് നമുക്ക് വിതിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ടെർബിഡിറ്റി. അതേസമയം സെക്കൻഡറി ആൽക്കഹോളിന് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് ഒരു ഏതാനും മിനിറ്റുകൾക്ക് സ്ലോ ആയിട്ടാണ് ടെർബിഡിറ്റി അപ്പിയർ ചെയ്യുന്നത്. സ്ലോ അപ്പിയറൻസ് ഓഫ് ടെർബിഡിറ്റി. ഇവിടെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഇസ് നോ ടെർബിഡിറ്റി, ബട്ട് നമ്മളത് സ്റ്റർ ചെയ്യുകയോ ഹീറ്റ് ചെയ്യുകയോ അങ്ങനെ ഒന്ന് കുറച്ച് സമയമെടുത്ത് അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ആ ടെർബിഡിറ്റി വരൂ. അത് ഹീറ്റിംഗ് ആണ്. ഹീറ്റിങ്ങിൽ ഒരു ടെർബിഡിറ്റി അപ്പിയർ ചെയ്യും. ഇവിടെ ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി, സ്ലോ അപ്പിയറൻസ് ഓഫ് ടെർബിഡിറ്റി. ഇവിടെയാണെങ്കിൽ ടെർബിഡിറ്റി ഓൺലി ഓൺ ഹീറ്റിംഗ്. ഇതാണ് ലൂക്കാസ് ടെസ്റ്റ്. ഇങ്ങനെ നമുക്ക് പ്രൈമറിയും സെക്കൻഡറിയും ടെർഷ്യറി ആൽക്കഹോളിനെയും തിരിച്ചറിയാൻ അതിൻ്റെ ഒരു ഒബ്സർവേഷനിലൂടെ വി ക്യാൻ ഒബ്സർവ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിയാക്ടിവിറ്റി ഓഫ് ദീസ് ആൽക്കഹോൾസ്. ഇനി നമുക്ക് പിന്നെ വിക്ടർ മേയേഴ്സ് ടെസ്റ്റും അതുപോലെ തന്നെ അമീൻസിൻ്റെ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമീൻസിൻ്റെ ടെസ്റ്റും ഇതുപോലെ ഒന്ന് മനസ്സിലാക്കാം. അതിനി മറ്റു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.